ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ലെമൺ റൈസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം. കൈകൾ വൃത്തിയായിട്ട് കഴുകുക. സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് വിരലിൻ്റെ ഇടയിലും കൈയുടെ ഉൾഭാഗം, കൈയുടെ പുറം ഭാഗം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു 30 സെക്കൻഡെങ്കിലും നല്ലോണം തേച്ച് കഴുകുക. ലെമൺ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ റൈസ് 2-3 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർക്കണം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് റൈസ് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഞാനിവിടെ വലിയ സൈസ് ചെറുനാരങ്ങ 2 എണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലെമൺ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറ് ചൂടാറിയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ലെമൺ ജ്യൂസും ഇതിലോട്ട് ചേർക്കണം. ഈ റൈസ് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് താളിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായ ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് നല്ലോണം ഫ്രൈ ചെയ്യണം. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ലോണം ഫ്രൈ ചെയ്യണം. ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതും 4 ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്യണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായംപൊടി, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ലോണം ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസിലോട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി താളിപ്പും റൈസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.